നമസ്തേ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് എൻ അരവിന്ദനാണ്. സർ, ഗവൺമെന്റ് ഓഫീസിൽ തുടക്കം കുറിച്ച ഭാരതാംബയുടെ ചിത്രവിവാദം ഇപ്പോൾ ഏറെ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പിണറായി സർക്കാർ ഗവർണർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് കിട്ടിയ വിവരങ്ങൾ. വിഷയത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? പിണറായി സർക്കാർ ഇങ്ങനെയൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? വാസ്തവത്തിൽ പിണറായി ഗവൺമെന്റ് നിയമവ്യവസ്ഥയെക്കുറിച്ച് അല്പമെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ സർക്കാർ കേരളക്കെതിരായിക്കൊണ്ട് കോടതിയിൽ പോവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 ഹൈക്കോടതികളുടെ വിധികൾ നിലവിലുണ്ട്. ആ വിധികളൊക്കെ തന്നെ ഈ വിഷയം സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. കേവലം ഒരു പാസിംഗ് റെഫറൻസുകളായിട്ടോ കേവലം ഒരു ഇവേസീവായിട്ടോ അല്ല, വളരെ സുവ്യക്തമായ രീതിയിലുള്ള വ്യാഖ്യാനത്തോടു കൂടി, അതായത് രാഷ്ട്രസ്നേഹം പ്രകടിപ്പിക്കാനുള്ള മൗലികമായ അവകാശമായിട്ടാണ് ഭാരതമാതാവിനെ പൂജിക്കുകയോ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒക്കെ ചെയ്യുന്നതെന്ന് ഹൈക്കോടതി, നമ്മുടെ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ ഹൈക്കോടതികളുടെ വിധിന്യായങ്ങൾ വളരെ സുവ്യക്തമായി ഭാരതമാതാ സങ്കല്പത്തെക്കുറിച്ച്, ഭാരതമാതാവിനെ ആരാധിക്കുന്ന സംബന്ധിച്ച് വളരെ സുവ്യക്തമായി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഭാരതീയ ആദർശത്തിന്റെ ആവിഷ്കാരമാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം എന്നുവരെ കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ബുദ്ധി അവർക്ക് ആരും കൊടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇനിയും നമ്മൾ അപാസ്യരാവും. ഈ വിഷയത്തിൽ കേരളം ഗവൺമെന്റ് സർക്കാർ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി കേരളീയരെ നമ്മൾക്കിത് അപമാനമാണ്. ലോകം നമ്മളെ നോക്കി, ഇതാണോ നിങ്ങൾ മലയാളികളുടെ ദേശീയബോധം, ഇതാണ് നിങ്ങളുടെ മലയാളികളുടെ ദേശീയതയോടുള്ള സമീപനമെന്ന് നമ്മെ ലോകം പുച്ഛിക്കും. അതുകൊണ്ട് സർക്കാർ ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സർ, യഥാർത്ഥത്തിൽ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതോ ഒരു മതവിശ്വാസത്തിന്റെയോ ഒക്കെ ഭാഗമായാണ് ഈ ഇടത് സർക്കാർ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ അവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്? ഈ ഭാരതാംബ സങ്കല്പം, ഭാരത രാഷ്ട്ര സങ്കല്പം ഇതൊന്നും മതപരമായി ബന്ധപ്പെട്ടതല്ല എന്നും ഈ രാഷ്ട്ര സംസ്കാരവും പാരമ്പര്യമെല്ലാം സനാതനമായ ധർമ്മത്തെ അധിഷ്ഠിതമാണ് എന്നും വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് CPM എതിർക്കുന്നത്. അവർക്കറിയാം ഈ ഭാരതമാതാ സങ്കല്പത്തിന്റെ പ്രത്യാഘാതങ്ങൾ, അത് എവിടേക്കാണ് ചെന്ന് കൊള്ളുക എന്ന് വളരെ വ്യക്തമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം. ഇത് കേവല മതബന്ധമല്ല എന്നും ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെയും ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാ ജനങ്ങളും ഇത് സ്വീകരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് അതറിയാതിരിക്കാൻ ഇതിന് ഏതെങ്കിലും മതത്തിന്റെ കുറ്റിയിൽ കൊണ്ട് കെട്ടുക എന്നുള്ള വളരെ സങ്കുചിതമായ എന്നാൽ വളരെ ആസൂത്രിതമായ ഒരു ശ്രമം നടത്തുകയാണ് CPM ചെയ്യുന്നത്. ഇത് മതസംബന്ധിയല്ലെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇതിന് എല്ലാ സമൂഹവും ജാതി മത ഭേദമന്യേ ഇന്ത്യയിലെ ഭാരതത്തിലെ മുഴുവൻ സമൂഹവും മനസ്സുകൊണ്ട് ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന രാഷ്ട്രീയ വേരുകൾ പോലും നശിച്ചില്ലാതെയാവും എന്ന് ബോധ്യമുള്ള മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ ഭാരതത്തെ ഒരു ഏകത്വത്തിന്റെ പേരിൽ, ഒരു സംസ്കൃതിയുടെ പേരിൽ അംഗീകരിക്കപ്പെട്ടുകൊണ്ട് ഐക്യഭാവം ഉണ്ടാവാതിരിക്കാൻ, ഛിന്നഭിന്നമാക്കുവാൻ ഉള്ള ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി കാലങ്ങളായി നടത്തി വരുന്നത്. അത് തുടർച്ച എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ ഒരു വിവാദം. ഈ വിവാദം ഒറ്റപ്പെട്ട വിവാദമല്ല, പെട്ടെന്നുണ്ടായ വിവാദമല്ല. വളരെ വർഷങ്ങളായി അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ സംഘടിതമായും ആസൂത്രിതമായും ഭാരതീയ സംസ്കൃതിയെയും സാംസ്കാരിക ബിംബങ്ങളെയും മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ നശിപ്പിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായി പ്രവർത്തനമായി കണക്കാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ കഴിയില്ല. ഒരു പെട്ടെന്നുണ്ടായ സംഭവമല്ല, ആകസ്മികമായി വന്ന സംഭവമല്ല. അർലേക്കറും ഈ ദേശീയ അദ്ദേഹത്തിന്റെ അവിടെയുള്ള ആരാധനയുമെല്ലാം ഒരു സാന്ദർഭികമായി വന്നു ചേർന്നല്ലാതെ, അത് നിമിത്തമായി എന്നല്ലാതെ അതിനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ടല്ല CPM പ്രവർത്തനം. CPM പ്രവർത്തനം ഭാരതീയമായ സംസ്കൃതിക്കെതിരെ, മാനബിന്ദുക്കൾക്കെതിരെ,
സാംസ്കാരിക വിശ്വാസങ്ങൾക്കെതിരെ, സംസ്കൃതിക്കെതിരെ, ഈ രാഷ്ട്രത്തിനെതിരെയുള്ള അവരുടെ പോരാട്ടത്തിന്റെ ഭാഗം മാത്രമായി നടത്തുന്ന പ്രക്രിയയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും. സർക്കാർ എന്തായാലും ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ മുന്നോട്ട് പോയാൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? ഗവർണർക്കെതിരെ ഈ ഭാരതാംബയുടെ ചിത്രം ഇനി പ്രദർശിപ്പിക്കരുതെന്നോ അല്ലെങ്കിൽ അതെടുത്ത് മാറ്റണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൈക്കോടതി വ്യക്തമാക്കുമായിരിക്കുമോ? ഒരു നടപടി എടുക്കുമായിരിക്കുമോ? നടപടി എടുക്കുക? ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു OP കൊടുത്ത് റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രഥമ ദൃഷ്ട്യാ തള്ളിക്കളയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒരു വെർത്ത് വേണ്ടേ കോടതി കേൾക്കാൻ? ഒരു നിയമപ്രശ്നം വേണ്ടേ? അല്ലെങ്കിൽ ഭരണഘടനാ പ്രശ്നം വേണ്ടേ? അവർ ഉന്നയിക്കുന്ന ഒരു വാദം ഭരണഘടനയിൽ ഇത് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാദം എടുക്കുകയാണെങ്കിൽ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ടാത്ത വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെ ഭരണഘടന വ്യാഖ്യാനിക്കും? മാത്രമല്ല, നിലവിൽ 3 ഹൈക്കോടതി നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഹൈക്കോടതിയിൽ അഥവാ ഫയൽ സ്വീകരിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 134A പ്രകാരം ഹൈക്കോടതി സുപ്രീം കോടതിന് സർട്ടിഫൈ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം 3 ഹൈക്കോടതി നിലവിലുണ്ട്. ആ 3 ഹൈക്കോടതി വിധികളെ ലംഘിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ മറികടക്കാൻ ആവശ്യമായ വാദങ്ങളൊന്നും ഇതുവരെ എവിടെയും നിലവിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒന്നുകിൽ അത് ഫയൽ സ്വീകരിക്കാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഫയൽ സ്വീകരിക്കുകയാണെങ്കിൽ പ്രാഥമിക വാദം കേട്ട് തള്ളിക്കളയാം, അല്ലെങ്കിൽ സുപ്രീം കോടതി റെഫർ ചെയ്യായിരിക്കും ഉണ്ടാവാം. അല്ലാതെ അതിന്റെ മുകളിൽ ഒരു വിധി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പ്രവർത്തനം 2-3 കാരണമുണ്ട് ഈ വാദങ്ങൾക്ക് പിറകിൽ. ഒന്ന്, പാർട്ടിക്കോ സർക്കാരിനോ ഈ സമൂഹത്തിന് പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഒരു തരത്തിൽ പ്രതീക്ഷ കൊടുക്കാനും കഴിയാത്ത സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി സമൂഹ മനസ്സിൽ ഇടം നേടുക എന്നല്ലാതെ യാതൊരു വേറെ വഴിയുമില്ല എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം അവരുടെ അസഹിഷ്ണുതയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഗവർണറുടെ വസതിയിൽ, രാജ്ഭവനിൽ ഒരു ദേശീയതയുടെ ചിഹ്നം വെക്കുക അവർ സഹിക്കാൻ സാധിക്കാത്തതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ബംഗാളിൽ കോൺഗ്രസിന്റെ പ്രസംഗം കേൾക്കാൻ പോയ 2 കോൺഗ്രസ് അനുഭാവികൾ, 2 CPM അനുഭാവികൾ, CPM അനുഭാവികളാണ് കോൺഗ്രസിന്റെ പ്രസംഗം കേൾക്കാൻ പോയി. ആ പ്രസംഗം കേൾക്കാൻ പോയതിന്റെ പേരിൽ ആ 2 യുവാക്കളെ ആക്രമിച്ചു. ജീവനും കൊണ്ട് ഓടിപ്പോയി, വീട് വിട്ടുപോയി. അനവധി ദിവസം കഴിഞ്ഞ് അമ്മയെ കാണാനുള്ള ആഗ്രഹം കാരണം ഒരു മകൻ വീട്ടിൽ തിരിച്ചു വന്ന രാത്രി അമ്മ ചോറ് തീറ്റിക്കൊടുക്കുന്ന സമയം മാർക്സിസ്റ്റ് സഖാക്കൾ വീട്ടിൽ വന്ന് അമ്മയുടെ മുന്നിൽ വെച്ച് ആ യുവാവിനെ വെട്ടി നുറുക്കി ഇറച്ചി കഷ്ണവും ചോരയും ആ ചോറിൽ കൂട്ടിക്കുഴച്ച് ആ ചോറ് അമ്മയെ കൊണ്ട് തീറ്റിച്ചു. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടി, ഇതാണ് അവരുടെ സഹിഷ്ണുത. ഇത്രമാത്രം അഹിഷ്ണുതയുള്ള ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് രാജ്ഭവനിൽ CPM വിരുദ്ധമായിട്ടുള്ള അവർക്ക് സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു ആശയത്തെ സ്വീകരിക്കുക? ആ അസഹിഷ്ണുത ഒരു കാരണം. മറ്റൊന്ന്, ഭാരതീയ സംസ്കൃതിയോടും പാരമ്പര്യങ്ങളോടും അവർക്കുള്ള അവജ്ഞയാണ്, എക്കാലത്തുള്ള അവജ്ഞയാണ്. ഭരണഘടനയിൽ സൂചിപ്പിക്കുന്ന ശ്രീരാമനെ കുറിച്ച് ശ്രീരാമചന്ദ്രന്റെ ഫോട്ടോ ഭരണഘടനയിലുണ്ട്. എന്നാൽ ആ രാമനോട് അവരുടെ സമീപനം എന്താണ്? ശ്രീരാമനോടുള്ള സമീപനം എന്താ? ഭരണഘടനയിൽ എഴുതി ചേർത്ത് ചിത്രം കാണും നമുക്ക് ഭരണഘടനയിൽ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അവരുടെ ചിത്രം നമുക്ക് ഇത്തവണ കാണാം ഭരണഘടനയിൽ. പക്ഷെ രാമനോട് സമീപനം എന്താ? മറ്റൊന്ന്, CPMന്റെ ജിഹാദിവൽക്കരണം. അങ്ങേയറ്റം ജിഹാദിവൽക്കരിക്കപ്പെട്ട പ്രസ്ഥാനമായി CPM മാറിക്കഴിഞ്ഞു. ഇത് CPM അണികൾ ബോധ്യമാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാൽ മറ്റൊന്ന്, അവർക്ക് സർക്കാർ നഷ്ടപ്പെട്ടു. CPMന് ഇന്ന് CPM പ്രവർത്തകന് സർക്കാർ നൽകുന്നില്ല. ഒരു കാലത്ത് കലാലയങ്ങളില്, പൊതുസമൂഹ ഇടങ്ങളിലൊക്കെ അങ്ങേയറ്റം സർഗാത്മക പ്രകടിപ്പിച്ച പ്രസ്ഥാനമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് സർഗാത്മക വറ്റി വരണ്ടു, ആശയദാരിദ്ര്യം പ്രാപിച്ചു. സർഗാത്മക വറ്റി വരണ്ടെടുത്ത് സ്വാഭാവികമായി വളരുന്ന പ്രതിലോമ ശക്തികളായി CPM മാറിയിട്ടുണ്ട്. ആ പ്രതിലോമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രം വേണം നമുക്ക് ഇതിനെ കാണാൻ. ഭാരതാംബയെ വിമർശിക്കുന്നവർ ഭാരതാംബയുടെ ചരിത്രം പഠിച്ചിട്ട് വരട്ടെ. പിണറായി സർക്കാരിന് കുറച്ചെങ്കിലും ബുദ്ധി ഉദിക്കുന്നുണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഇത്രയും സമയം നമ്മളോടൊപ്പം സമയം ചിലവഴിച്ചതിന് നന്ദി.